പിന്നെ വേറൊരു കാര്യം, ഞാനിപ്പോ ഡ്രഗ് മാഫിയൊക്കെയാണ്, കേരളത്തിലെ ഡ്രഗ് ഡീൽ ചെയ്യണതും ഒക്കെ ഞാനാണെന്നൊക്കെയാണ് എല്ലാരും പറയണത്. താങ്ക് യു സോ മച്ച്. മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. ഞാൻ നിങ്ങളൊരു കമന്റ് കാണിച്ചത് ഇതുണ്ടോ? ഈ പുള്ളി, ഈ ജസ്റ്റിസ് റേഡിയൻ എന്ന് പറയുന്ന പുള്ളി, എനിക്ക് തോന്നുന്നു യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഉള്ള എല്ലാ കണ്ടന്റിലും ഇതേ സെയിം മെസ്സേജ് കോപ്പി പേസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. ഇതേ മെസ്സേജ് കോപ്പി പേസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ ആരെങ്കിലും കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു ബിസിനസ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ കൂടെയുള്ള പാർട്ട്ണർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അയാൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാവും. പിന്നെ എൻ്റെ ഒരു സംശയം ഞാനിവിടെ ഉന്നയിക്കുന്നത്, UK സ്കാമേഴ്സിന്റെ കേരളത്തിൽ കൂട്ടുകാരൻ നമ്പർ 1 ഡ്രഗ് മാഫിയ തലവനാണ്. അവരൊന്നിച്ചുള്ള വീഡിയോസ് വന്നിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് ഡ്രഗ് വിൽക്കുന്നത്, പ്രൊമോഷൻ ചെയ്യുന്നതും. അതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യാൻ അവരുപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. അതുപ്രകാരം ഇന്ത്യയിൽ നിരവധി ഇൻഫ്ലുവൻസേഴ്സിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ മാർക്കറ്റിംഗ് ചെയ്യാൻ ഒരു ശ്രമം നടന്നിരുന്നു എന്ന് അന്വേഷണം നടത്തണം. ഉറപ്പായും. ഡ്രഗ് പറയുമ്പോൾ കാക്കച്ചിയുടെ ഫാൻസ് വന്ന് തെറി വിളിക്കുന്നു. അവർ കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തുന്നു. ഈഗിൾ തൂക്കുമെന്നൊക്കെ പറയുന്നു. ശരിയായ ഒരു അന്വേഷണം ഗവൺമെന്റ് നടത്തണമെന്നാണ് അന്വേഷിക്കാൻ നർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റ് ഇമെയിൽ ചെയ്തിട്ടുണ്ട്. ഡ്രഗ്സ് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഫാൻസ് വളരെയധികം ഭീഷണിപ്പെടുത്തുന്നു. ഞാനൊരു ഡ്രഗ് മാഫിയയുടെ മുമ്പിലും കീഴടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതം പോയാലും ഞാൻ സത്യം വിളിച്ചു പറയും. ഫാൻസ് എൻ്റെ ഹാക്ക് ചെയ്ത് എൻ്റെ ഡീറ്റെയിൽസ് എടുക്കുമെന്ന് പറഞ്ഞു. ഡ്രഗ് മാഫിയയുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും തോൽക്കില്ല. ഹാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആര് ചോദിച്ചാലും ഞാൻ എൻ്റെ അഡ്രസ്സ് തരുന്നതാണ്.